بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن عقبة بن عامر رضي الله عنه قال رسول الله صلى الله عليه وسلم: ما من أحد يتوضأ فيحسن الوضوء ويصلي ركعتين يقبل بقلبه ووجهه عليهما إلا وجبت له الجنة. വിശ്വാസമെല്ലാം പറഞ്ഞു, ഏതൊരാൾ വുളു അതായത് അംഗശുദ്ധി നന്നായി ചെയ്തുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ ഉന്മുഖനായിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ സ്വർഗം അവന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. വുളുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ധാരാളം ഹദീസുകളുണ്ട്. അതിലൊന്നാണിത്. വുളു ചെയ്യുമ്പോൾ നിർബന്ധമായും കഴുകേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഖുർആനിൽ വിവരിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വിശ്വാസികളെ, നിങ്ങൾ നിസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖവും മുട്ടുവരെ കൈകളും കഴുകണം, ശിരസ്സുകൾ കൈകൾ കൊണ്ട് തടവണം, ഞെരിയാണി വരെ കാലുകളും കഴുകണം. വുളുവിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വുളുവിൻ്റെ ആരംഭത്തിൽ നിയ്യത്തും അതോടൊപ്പം തർത്തീബും, അതായത് വഴിയായി ചെയ്യൽ, ഇതുകൂടി പരിഗണിക്കണം. അപ്പോൾ വുളു പൂർത്തിയായി. എന്നാൽ ഇതിന് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്ത് കാണിച്ചു തന്ന രൂപത്തിൽ വുളു ചെയ്യുമ്പോഴാണ് അത് പരിപൂർണമായി തീരുകയുള്ളൂ. ആ രീതിയിൽ വുളു ചെയ്യുന്നതിലൂടെ പല വൈറസുകളും രോഗാണുക്കളും ശരീരത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വുളു ചെയ്യുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. രണ്ടാമതായി പല്ല് തേക്കുക, സിവാക്ക്. പല്ല് തേക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിന് ബ്രഷോ മറ്റു വസ്തുക്കളോ ഉപയോഗിക്കാം. എന്നാലും അറേബ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന അറാക്ക് എന്ന വൃക്ഷത്തിൻ്റെ കൊമ്പോ വേരുകളോ വളരെ ഉത്തമമാണ്. കാരണം അതിന് ദന്തരോഗങ്ങളെ തടയുവാനും മോണക്ക് ശക്തി നൽകുവാനും അതേപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും മൂത്രതടസ്സം നീക്കുവാനും കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, രോഗാണുക്കളെ തടയുവാനുള്ള പെൻസിലിൻ ഇതിലടങ്ങിയിട്ടുണ്ട്. വായിലുണ്ടാകുന്ന വായ്പുണ്ണ്, ഫംഗസ്, വായിലുണ്ടാകുന്ന ക്യാൻസർ, ഇതൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ അറാക്കിനുണ്ട് എന്ന് ഭിഷഗ്വരന്മാർ തെളിയിച്ചിട്ടുള്ളതാണ്. പല്ലുതേപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: ലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളു. എൻ്റെ സമുദായത്തിന് വിഷമം സൃഷ്ടിക്കുമെന്ന ഭയം ഇല്ലായിരുന്നുവെങ്കിൽ വുളു ചെയ്യുമ്പോഴൊക്കെയും ദന്തസിദ്ധി വരുത്തുവാൻ ഞാൻ അവരോട് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നു. വുളു ചെയ്യുമ്പോഴും ഖുർആൻ പാരായണം നടത്തുമ്പോഴും വായക്ക് ചുവവ്യത്യാസം അനുഭവപ്പെടുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പല്ല് തേക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ നോമ്പിൻ്റെ അവസരത്തിലും നോമ്പ് പിടിക്കുന്ന വേളയിലും മിസ്വാക്ക് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ നിരവധി തവണ മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സഹാബിയായ ആമിർ ബിൻ റബിയ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു: അല്ലാഹുവിൻ്റെ റസൂലേ, ഒരാളുടെ വായിലെ പല്ലുകൾ പോയാൽ അയാൾ മിസ്വാക്ക് ചെയ്യണോ, പല്ല് തേക്കണോ എന്നാണ് ചോദിക്കുന്നത്. വിശ്വാസം പറഞ്ഞു, അതെ, അങ്ങനെയാണ് അയാൾ ചെയ്യേണ്ടത്. വിശ്വാസം പറഞ്ഞു, അയാൾ തൻ്റെ കൈവിരലുകൾ വായിൽ പ്രവേശിപ്പിച്ച് അതുകൊണ്ട് തേച്ച് കഴുകട്ടെ. വുളുവിൻ്റെ സുന്നത്തുകളിൽ മൂന്നാമത്തത് ഇരു കൈപ്പടങ്ങളും 3 പ്രാവശ്യം തേച്ചൊരിച്ച് കഴുകുക എന്നതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം ജനങ്ങൾക്ക് കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം ആധുനിക ലോകം
മനസ്സിലാക്കുകയും ഈ കഴിഞ്ഞ 2008 ലോക കൈകഴുകൽ ദിനമായി ആചരിക്കാൻ UN തീരുമാനിക്കുകയും ചെയ്തു. വയറിളക്കം, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കാനുള്ള പ്രധാന കാരണം കൈ കഴുകാത്തതാണെന്നും പ്രതിവർഷം 3.5 മില്യൺ കുട്ടികൾ മരണമടയുന്നതിൻ്റെ പ്രധാന കാരണം അതാണെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തുകയുണ്ടായി. ശ്വാസകോശ രോഗങ്ങൾ, കണ്ണ്, ഉദരം, ത്വക്ക് എന്നിവയിലുണ്ടാകുന്ന അണുബാധകളെയൊക്കെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പ്രസ്താവിച്ചിട്ടുണ്ട്. കോവിഡ് എന്ന മഹാമാരിയെ തടുത്തു നിർത്താൻ ഏറ്റവും നല്ല പരിഹാരം കൈ കഴുകലാണെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കി ഉണ്ടായല്ലോ. ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് ഇരു കൈകൾ നന്നായി കഴുകുക എന്നുള്ളതാണ്. സ്വസ്ത്രം പറഞ്ഞു, ഇദസ്തൈഖദ അഹദുക്കും മിൻ നൗമിഹി ഫലാ യഗ്മിസ് യദഹു ഹത്താ യഗ്സിലഹ തലാസൻ ഫഇന്നഹു ലാ യദ്രി അയ്ന ബാത്തത് യദ. നിങ്ങളാരെങ്കിലും ഉറങ്ങി എഴുന്നേറ്റാൽ കൈ 3 പ്രാവശ്യം കഴുകാതെ വെള്ളത്തിൽ മുക്കരുത്. കാരണം രാത്രി തൻ്റെ കൈ എവിടെയായിരുന്നുവെന്നവൻ അറിയുന്നില്ലല്ലോ. ഹദീസിൽ പ്രത്യേകം പറഞ്ഞത് വെള്ളപ്പാത്രത്തിൽ കഴുകുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം കൈ കഴുകിയിരിക്കണം എന്നാണ്. ഇല്ലെങ്കിൽ ആ പാത്രത്തിലെ വെള്ളം മുഴുവനും അണുക്കൾ അല്ലെങ്കിൽ വൈറസുകൾ വ്യാപിക്കും. ഇതുപോലെ കൈ കഴുകാതെ ഭക്ഷണ സാധനങ്ങളോ പാനീയങ്ങളോ തുടരുത് എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ പകർച്ചവ്യാധികളും രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകളിൽ ഒന്നാണ് കൈ കഴുകുക എന്നുള്ളത്. അത് ഇബാദത്തിൻ്റെ ഭാഗമായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് ഇസ്ലാമിൽ. വുദൂഇൻ്റെ സുന്നത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കൈ കഴുകുമ്പോൾ വിരലുകൾ വിടർത്തി വിരലുകൾക്കിടയിലെ അഴുക്കും വൈറസുകളൊക്കെ പോകുന്ന രൂപത്തിൽ കഴുകണമെന്ന് ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. വഹല്ലിൽ ബൈനൽ അസാബ്യ, വിരലുകൾ വിടർത്തി നന്നായി കഴുകുക. വുദൂഇൻ്റെ സുന്നത്തിലെ 4ാമത്തെ കാര്യം 3 പ്രാവശ്യം വായിൽ വെള്ളം കയറ്റി കൊപ്പിളിച്ച് കളയുക എന്നുള്ളതാണ്. വായിലെ ക്യാൻസർ, ഓറൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ മുഖ്യ കാരണം വായ വൃത്തിയായി കഴുകാത്തത് കൊണ്ടാണ് എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചുണ്ട്, നാക്ക്, കവിളുകൾ, മോണ, തൊണ്ട, മേൽത്താടി, കീഴ്ത്താടി, വായുടെ അടിഭാഗം എന്നീ ഭാഗങ്ങളിലാണ് ഓറൽ ക്യാൻസർ ബാധിക്കുക. ചിലയിനം വൈറസുകളാണ് ഇതുണ്ടാക്കുന്നത്. 5 നേരം നന്നായി വായ വൃത്തിയാക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓറൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വിരളമായിരിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. വുദൂഇൻ്റെ സുന്നത്തുകളിൽ 5ാമത്തേത് 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നാണ്. സ്വസ്ത്രം പറഞ്ഞു, ഇദാ തവദ്ദഅ അഹദുക്കും ഫല്യജ്അൽ ഫി അൻഫിഹി മാ സുമ്മ ലിയസ്തൻഷിർ. നമ്മൾ വുദൂ എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിക്കളയട്ടെ. മൂക്കിൽ വെള്ളം കയറ്റൽ മൂക്കിൻ്റെ തുമ്പത്ത് മാത്രം പോരാ. സ്വസ്ത്രം പറഞ്ഞത് ഫബാലിഗ് ഇസ്തിൻഷാഖ് എന്നാണ്. മൂക്കിൻ്റെ അറ്റം വരേക്കും വെള്ളം കയറ്റി ചീറ്റണം എന്നാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മൂക്കിലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അതിലേറ്റവും ചെറിയൊരു രോഗമാണ് ജലദോഷം എന്നത്. ജലദോഷം, പനിയൊക്കെ അഡേനോ പിക്കോർണ, റൈനോ കോക്സക്കി, എക്കോ തുടങ്ങിയ വൈറസുകളാണ് പ്രധാനമായും ഈ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം ഉണ്ടാക്കുന്നത്. സാധാരണയായി വായുവിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ശ്വസനവായു മൂക്കിലൂടെ എടുക്കുമ്പോൾ ഈ വൈറസുകൾ മൂക്കിൽ പറ്റിപ്പിടിച്ചിരിക്കും. മൂക്കിനകത്തെ രോമങ്ങൾ ഒരു ഫിൽറ്റർ പോലെ ഇവയെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് പെട്ടെന്ന് ഇവയ്ക്ക് ശരീരത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല. ഏതാണ്ട് 2 മുതൽ 4 മണിക്കൂർ ഇവ മൂക്കിൻ്റെ അകത്തിരിക്കും. പിന്നീട് ഇവ ശരീരത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. 5 നേരത്തെ നിസ്കാരങ്ങൾ, അവക്കിടയിലുള്ള ളുഹ നിസ്കാരം, രാത്രിയാണെങ്കിൽ ഇഷാക്ക് ശേഷമുള്ള രാത്രി നിസ്കാരം, തഹജ്ജുദ്, ഇതിനൊക്കെ വേണ്ടി നിർബന്ധമായി വുദൂ എടുക്കേണ്ടി വരുന്ന ഒരു വിശ്വാസി വുദൂ എടുക്കുമ്പോൾ മൂക്കിൽ നന്നായി വെള്ളം കയറ്റി ചീറ്റുകയാണെങ്കിൽ ഈ വൈറസുകൾ ശരീരത്തിനകത്ത് പ്രവേശിക്കാനാകാതെ പുറന്തള്ളപ്പെടുകയാണ്. മേൽപ്പറഞ്ഞ വൈറസ് രോഗങ്ങളിൽ നിന്ന് തന്മൂലം അയാൾക്ക് മുക്തി പ്രാപിക്കാനും സാധിക്കും.
വുളുവിൻ്റെ സുന്നത്തുകളിൽ ആറാമത്തേത് താടിയുള്ളവർ അത് വിടർത്തി വെള്ളം കയറ്റി കഴുകുക എന്നുള്ളതാണ്. സല്ലല്ലാഹു കാന യുഖല്ലിൽ ലഹിയത്തഹു, തൻ്റെ താടി നന്നായി വിരൽ കൊണ്ട് വിടർത്തി കഴുകുമായിരുന്നു. അനസുദാൻ പറയുകയാണ്, സല്ലല്ലാഹു വുളു ചെയ്യുമ്പോൾ ഒരു കൈ വെള്ളമെടുത്ത് താടിയിലിൻ്റെ അടിയിലൂടെ പ്രവേശിപ്പിച്ച് താടി രോമങ്ങൾ വിടർത്തി കഴുകാറുണ്ടായിരുന്നു. എന്നിട്ട് വിശ്വാസനം പറയും, ഇങ്ങനെയാണ് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശ്വാസനം പഠിപ്പിച്ച സുന്നത്തുകൾ, അതായത് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. വിശ്വാസനം സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. തിങ്ങിയ താടിയുള്ള ഒരാളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വിവിധ ഇനങ്ങളിൽപ്പെട്ട 50ഓളം വൈറസുകൾ കൂടിയിരിക്കുന്നതായിട്ട് കണ്ടെത്തിയെന്ന് മെഡിക്കൽ ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാലത്ത് താടിയൊക്കെ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട്. പക്ഷെ താടി ശരിക്കും കഴുകാതെ ആണ് അത് ഇങ്ങനെ വെച്ച് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് രോഗങ്ങൾ, വൈറസുകളൊക്കെ പകരാൻ കാരണമാകും. അതുപോലെ തന്നെ ജനങ്ങളെ പേടിപ്പിക്കുന്ന രൂപത്തിൽ താടി വെക്കരുത്, അത് സുന്ദരമായി തന്നെ വെക്കുകയും വേണം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നതെന്ന് ശാസ്ത്രജ്ഞ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വുളുവിൻ്റെ സുന്നത്തുകളിൽ ഏഴാമത്തത് കൈകാൽ വിരലുകൾ വിടർത്തി കഴുകുക എന്നുള്ളതാണ്. ശാസ്ത്രജ്ഞ പറഞ്ഞു, ഇതാ തവല്ലത്ത ഫഹല്ലിൽ അസാബിഅ യദൈക് വരിജലൈക്, നീ വുളു എടുക്കുമ്പോൾ കൈകാൽ വിരലുകൾ നന്നായി വിടർത്തി കഴുകണം. കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകൾക്കിടയിൽ വൈറസുകൾക്ക് സുരക്ഷിതമായിട്ടിരിക്കാം. ചിലർ കൈകൾ ഒരു ഇതൊക്കെ ഇങ്ങനെ കഴുകുമെങ്കിലും കാല് കഴുകുമ്പോൾ വിരലുകൾക്കിടയിൽ തേച്ച് കഴുകാറില്ല. കൈ കൊണ്ട് തൊടാതെ വെള്ളം ഒലിപ്പിച്ചാണ് പലരും വുളു എടുക്കാറുള്ളത്. തന്മൂലം വിരലുകൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും സുഖമായിട്ട് വസിക്കാൻ കഴിയും. ഈ കൊറോണ വന്നതിന് ശേഷം കൈകൾ മാത്രമേ കഴുകാൻ പറയുന്നുള്ളൂ, അതിനുള്ള പ്രചാരണം കൊടുക്കാറുള്ളൂ. കാലുകളെ പറ്റി ആരും ഉണ്ടാറില്ല. യഥാർത്ഥത്തിൽ കാലുകളാണ് സകല മാലിന്യങ്ങളിലൂടെയൊക്കെ നടന്ന് നീങ്ങി വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ കൈകളേക്കാൾ കൂടുതൽ വൈറസുകളും രോഗാണുക്കളും കാലിലാണ് ഉണ്ടാകാൻ സാധ്യത. പക്ഷേ അതാരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ശ്വാസല്ലമ ഈ കാര്യം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കൈകാൽ കഴിയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ. എട്ടാമത്തെ സുന്നത്ത്, അതായത് നബിചര്യ, 3 പ്രാവശ്യം വീതം കഴുകുക എന്നുള്ളതാണ്. 1-2 പ്രാവശ്യം കഴിയാൽ പോരാ. ശാരീരിക അവയവങ്ങൾ 3 പ്രാവശ്യം വീതം കഴുകുമ്പോഴേ അവ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. 9-ാമത്തേത് വലതുഭാഗത്ത് മുൻഗണന നൽകുക എന്നുള്ളതാണ്. ആദ്യം വലതുഭാഗത്തുള്ള അവയവവും പിന്നീട് ഇടതുഭാഗത്തുള്ള അവയവവുമാണ് കഴുകേണ്ടത്. അതേപോലെ തന്നെ 10-ാമത്തെ സുന്നത്ത് തേച്ച് കഴുകുക എന്നുള്ളതാണ്. വെള്ളം വെറുതെ ഇങ്ങനെ ഒഴിപ്പിച്ചാൽ കഴിയാൽ പോരാ. കൈകൾ കൊണ്ട് ഓരോ അംഗവും തേച്ചുരച്ച് കഴുകണം. അപ്പോഴേ മാലിന്യങ്ങളും വൈറസുകളൊക്കെ ശരീരത്തിൽ നിന്ന് പോവുകയുള്ളൂ. മറ്റൊന്ന് തുടർച്ചയായി കഴുകുക. 12-ാമത്തെ സുന്നത്ത് ചെവികൾ തടയുക എന്നുള്ളതാണ്. ചെവിയുടെ ഉൾഭാഗം ചൂണ്ടുവിരൽ കൊണ്ടും പുറഭാഗം തള്ളവിരൽ കൊണ്ടും തടവണം. നമ്മുടെ ചെവി തടവലിനെ കുറിച്ച് മിഖ്ദാദ് റളിയല്ലാഹു പ്രകാരം പറയുന്നുണ്ട്, ശാസ്ത്രം തിരുമേനി വുളു ചെയ്തപ്പോൾ തലയും ചെവിയുടെ ഉള്ളും പുറവും തടവുകയും ചെവിക്കുഴികളിൽ 2 വിരലുകൾ പ്രവേശിപ്പിക്കുകയും ഉണ്ടായി. അപ്പോൾ ചെവിയിലും പലതരം ബാക്ടീരിയകളും പൊടി പടലങ്ങളൊക്കെ കയറി ചെവിയുടെ പ്രവർത്തനം തകരാറിലാക്കാറുണ്ടല്ലോ. അതുമൂലം ശരീരത്തിൻ്റെ ബാലൻസിങ്, കേൾവി ശക്തി ദുർബലമാകൽ, മാത്രമല്ല ചെവിയിലൂടെ ശരീരത്തിനകത്തേക്ക് പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിലേക്ക് വരെ വൈറസുകൾക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ 5 നേരം കൃത്യമായിട്ട് ചെവി തടവിക്കൊണ്ട് വുളു ചെയ്യുന്ന ആൾക്കാരിൽ ഇത്തരം രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയില്ല. 13-ാമത്തെ സുന്നത്ത് മുഖവും കൈകാലുകളും നീട്ടി കഴുകുക എന്നുള്ളതാണ്. അതായത് സാധാരണ പറഞ്ഞത് എൻ്റെ സമുദായം അന്ത്യനാളിൽ വുളുവിൻ്റെ ഫലമായിട്ട് മുഖവും കൈകാലുകളും പ്രകാശിക്കുന്ന നിലയിൽ അവർ വരുന്നതാണ്. അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ മുഖം കയറ്റി കഴുകുവാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളട്ടെ.
അഥവാ മുഖവും കൈയുമൊക്കെ ഒരാൾക്ക് തന്നെ അതിൻ്റെ പരിധിക്കപ്പുറം കുറച്ചുകൂടി നീട്ടി കഴുകുക എന്നർത്ഥം. 14-ാമത്തെ സുന്നത്ത് വെള്ളം മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് വെള്ളം കണ്ടമാനം ഉപയോഗിക്കാൻ പാടില്ല, അത് ദുർവ്യയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വുദൂവിൻ്റെ സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, ആരോഗ്യദായകമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെയധികം ആ സുന്നത്തുകളൊക്കെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.